ട്രേഡിംഗ് മീഡിയയുടെ വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് വെള്ളിയാഴ്ച US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വലിയൊരു പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് 472 പോയിൻറ്റും S&P 53 പോയിൻറ്റും നസ്ഡാക്ക് 263 പോയിൻറ്റും വളരെ സ്ട്രോങ് ആയിട്ട് പോസിറ്റീവായിട്ടാണ് US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ചെറിയൊരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് വെറും 20 പോയിൻറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. US മാർക്കറ്റിൻ്റെ എഫക്റ്റ് ഒന്നും ഒരു പോസിറ്റിവിറ്റി ഒന്നും ഗിഫ്റ്റ് നിഫ്റ്റിയെ ബാധിച്ചിട്ടില്ല. ചിലപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഒരു ബുള്ളിഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും കൃത്യമായിട്ട് നമ്മൾ പ്രൈസ് ആക്ഷൻ അനുസരിച്ചുള്ള ലെവൽസ് നോക്കിയിട്ട് മാത്രമേ ട്രേഡ് എടുക്കത്തുള്ളൂ. അല്ല ഇനിയിപ്പം US മാർക്കറ്റ് ഓപ്പൺ ആണ്, അതുകൊണ്ട് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് റോക്കറ്റ് പോലെ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് കരുതി ബ്ലൈൻഡായിട്ട് എൻട്രി എടുക്കുന്നവർക്കൊക്കെ രാവിലെ ഓപ്പൺ ചെയ്ത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒക്കെ വാങ്ങിച്ച് ഹോൾഡ് ചെയ്യാം വേണമെങ്കിൽ. പക്ഷേ നമ്മൾ പ്രൈസ് ആക്ഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. പ്രൈസ് ആക്ഷൻ അനുസരിച്ച് കൃത്യമായിട്ട് ലെവൽസ് നോക്കി ട്രേഡ് എടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയെക്കുറിച്ചുള്ള സ്ഥിരമായിട്ട് കാണുന്നവർ കഴിഞ്ഞ നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീക്കിലി ക്യാൻഡിലോട്ട് പോവാം. വീക്കിലി ക്യാൻഡിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞതാണ്. വീക്കിലി ക്യാൻഡിൽ അന്ന് നമ്മൾ ചെയ്യുന്ന സമയത്തൊരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു, അല്ലെ ബോഡി ഗ്രീൻ ആയിരുന്നു. ഹാങ്ങിങ് മാൻ ആണെങ്കിലും ഒരു ഗ്രീൻ ആയിരുന്നു. ഞാൻ പറഞ്ഞു വീക്കിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന റെഡിലായിരിക്കും. കൃത്യമായിട്ട് വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്കിലി ക്യാൻഡിൽ റിജക്ഷൻ വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈയുടെ തൊട്ട് താഴെ നിന്നാണ് റിജക്ഷൻ വന്നിരിക്കുന്നത് ഇല്ലേ. അതുപോലെ തന്നെ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് മാൻ ആണ്. ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ സ്റ്റിക്ക് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഇതിൻ്റെ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ലോങ് വിക്കാണ്, ഫുള്ള് സെല്ലിംഗ് പ്രഷറാണ്. അതായത് കഴിഞ്ഞ ഒരാഴ്ച മൊത്തം ഈ ഒരു ഏരിയയിൽ വന്നിരിക്കുന്നത്, അതായത് ഓൾ ടൈം ഹൈയുടെ തൊട്ട് താഴെ വന്നിരിക്കുന്നത് ഫുള്ള് സെല്ലിംഗ് പ്രഷറുള്ള ക്യാൻഡിലാണ്. അപ്പോൾ അടുത്ത് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചത്തെ വീക്കിലി ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ് എന്നുണ്ടെങ്കിൽ ഒരു 25,969 താഴെ വീക്കിലി ക്യാൻഡിൽ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം എന്ന് പറയുന്നത് ഇതൊരു റിജക്ഷൻ വരേണ്ട ഏരിയ ആണ്, നേരത്തെ റെസിസ്റ്റൻ്റ് ആണ്, അതിന് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 25,669 റൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,700 എടുക്കാം. 25,700 സ്ട്രോങ് സപ്പോർട്ടായിരിക്കും മാർക്കറ്റിന്. അത് സസ്റ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് 25,700 മുകളിൽ നിന്നില്ല, താഴെയാണ് ക്ലോസിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് കൃത്യമായിട്ടൊരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡൗൺ ട്രെൻഡ് എന്ന് ഞാൻ എപ്പോഴും പറയുമ്പോൾ പലരുടെയും വിഷമം എന്ന് പറയുന്നത് ഞാൻ മാർക്കറ്റിനെ ഇടിച്ച് താഴെ ഇടുന്നുവെന്നാണ്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ഒരു റീട്രേസ്മെൻറ്റിന് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ്. നമുക്ക് എപ്പോഴും പ്രൈസ് ആക്ഷൻ പഠിച്ചിട്ടുള്ളവർക്കറിയാം, കൃത്യമായിട്ട് നമ്മൾ സപ്ലൈ സോണും ഡിമാൻഡ് സോണും അല്ലെങ്കിൽ റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ, ഒരു റെസിസ്റ്റൻസ് എപ്പോഴും ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നീട് സപ്പോർട്ടാവും. സ്ട്രോങ് സപ്പോർട്ടുകൾ വീക്കായി കഴിഞ്ഞാൽ അവിടെ നിന്ന് വലിയ ഫോൾ വരും. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണോ അപ്പ് ട്രെൻഡ് ആണോ അല്ലെങ്കിൽ പൊട്ടുവോ പറക്കുമോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇതൊരു കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിജക്ഷൻ വന്ന ഏരിയ ആണ്. ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യണം. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് താഴെ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഇവിടെ സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് 25,700 താഴെ വീക്ക്ലി ക്യാൻഡിൽ ക്ലോസിംഗ് വരികയോ അല്ലെങ്കിൽ ഡേ ക്യാൻഡിലിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ താഴോട്ട് മാർക്കറ്റ് വീഴാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് മൺഡേ വരുന്നതെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനുള്ള വഴിയും ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഈ ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ഈ ഒരു സപ്പോർട്ട് ലെവല് ഇവിടെ റെസിസ്റ്റൻസായി, ഇവിടെ റെസിസ്റ്റൻ്റായി, ഇവിടെ റെസിസ്റ്റൻ്റായി ഇല്ലേ.
അത് കഴിഞ്ഞ വീക്കിലി അനാലിസിൽ പറഞ്ഞാണ് ഇവിടെ ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലിൻ്റെ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് താഴോട്ട് സെല്ലിംഗ് പ്രഷർ പോയെങ്കിലും ക്ലോസിംഗ് വന്നിരിക്കുന്നത് ആ ഒരു ട്രെൻഡ് ലൈനിന് മുകളിലാണ്. അപ്പം ഒരു റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവലിന് മുകളിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റിൽ. അല്ലാണ്ട് വിറജാങ്ങി ഇടിയോ എന്നല്ല പറയുന്നത്, ഇവിടെ തന്നെ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 15 മിനിറ്റ് എങ്കിലും ഈ ട്രെൻഡ് ലൈനിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറും. ഇവിടെ നിന്ന് മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഏരിയ പേടിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് റിജക്ഷൻ വന്നിരിക്കുന്നത് ഓൾ ടൈം ഹൈയിൽ നിന്നല്ല, അതിൻ്റെ താഴെ നിന്നാണ് റിജക്ഷൻ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ഡേ ക്യാൻഡിലിൻ്റെ ടൈം ഫ്രെയിമിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ അപ് ട്രെൻഡാണ്. ക്യാൻഡിൽ സ്റ്റിക്ക് മാറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡാണ്. കാരണം എന്താണ്, മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വന്നതിന് ശേഷം ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു ഇല്ലേ. ഇതിൻ്റെ താഴെ ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്. മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആകണമെന്നുണ്ടെങ്കിൽ 24,600 താഴെ ക്ലോസിംഗ് വരണം. 24,600 താഴോട്ട് പോയാൽ മാത്രമേ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സ്റ്റിൽ മാർക്കറ്റ് ഇപ്പോഴും നിഫ്റ്റി അപ് ട്രെൻഡ് തന്നെയാണ്. കാരണം പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 24,600 താഴെ ക്ലോസിംഗ് കിട്ടാണ്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറത്തില്ല. ഇനി മാർക്കറ്റ് താഴോട്ട് വരും എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റിന് ഒരു ലോ ക്രിയേറ്റ് ചെയ്യാൻ മാർക്കറ്റ് വന്നേ പറ്റത്തുള്ളൂ. ആ ഒരു ലെവലാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. മാർക്കറ്റ് ഇതുവരെ വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. മാർക്കറ്റ് ഈ ലെവലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഇവിടെ നമ്മളൊരു സപ്പോർട്ട് വരച്ചു വെച്ചു, മാർക്കറ്റ് പൊട്ടി താഴെ ഇതുവരെ വരും എന്ന് വിചാരിച്ചിട്ട് എടുത്ത് ഹോൾഡ് ചെയ്യാൻ നിൽക്കരുത്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ വേവ് അനുസരിച്ച് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പം ഇത് നമ്മൾ അന്ന് വരച്ചത് എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് 26,000 താഴെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫിബ് വരയ്ക്കുന്നത്. ഞാനന്ന് പറഞ്ഞിരുന്നു മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിബിൽ മാറ്റം വരും. അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ടൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഈ ഒരു ലോ കഴിഞ്ഞിട്ട് അടുത്തൊരു ഹൈ ഇവിടെ കൃത്യമായിട്ട് ഡൗൺ ട്രെൻഡ് ഡേ ക്യാൻഡിൽ 3 ക്യാൻഡിൽ അവിടെ നിന്ന് സെല്ലിംഗ് പ്രഷർ വന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫിബ് അവിടെ വെച്ച് വരയ്ക്കുകയാണ്. ഇതിൻ്റെ ഹൈയിലാണ് ഫിബ് വരയ്ക്കുന്നത്. ഇതിൽ അടുത്ത് മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് 0.618 to 0.5 വരയ്ക്കാണ്. അതായത് 25,182 തൊട്ട് 25,359 വരയ്ക്കും. അവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. അവിടെ മാർക്കറ്റിന് സപ്പോർട്ട് കിട്ടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു റെസിസ്റ്റൻ്റ് ലൈൻ. ഈ ഒരു റെസിസ്റ്റൻ്റ് ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. തിരിച്ച് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സപ്പോർട്ട് പൊട്ടി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് 50% to 618% വരുന്ന ഫിബിൻ്റെ സപ്പോർട്ട് കിട്ടും. പിന്നെ എന്താണ്, ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് കൂടെ നടക്കും. അപ്പോൾ ഈ 3 കാരണങ്ങൾ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് കിട്ടാനുള്ള കാരണങ്ങളായിട്ടുണ്ട് മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. ഇനി മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന 26,000, 25,795, 25,800 തൊട്ട് 25,400, 300 ആ ഒരു ലെവലെന്ന് പറയുന്ന ഒരിക്കലും ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണെന്നോ അല്ലെങ്കിൽ ക്രാഷ് ആണെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. മാർക്കറ്റ് അതിൻ്റെ ഒരു വേവിന് വേണ്ടിയിട്ട്, വേവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ട് വരുന്നതാണ്. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് അടുത്ത് കയറിയാൽ മാത്രമേ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത് ഒരു ഹെൽത്തി മാർക്കറ്റ് തന്നെയാണ്, ഇപ്പോൾ ഉള്ളൊരു ഹെൽത്തി മാർക്കറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ മാർക്കറ്റ് സ്റ്റേബിൾ ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എത്ര ഉയരത്തിൽ പോയാലും അതിൻ്റെ വീഴ്ച കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ.
അപ്പം ഏറ്റവും നല്ലതെന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചറിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇപ്പോഴെങ്കിലും താഴെ വന്നൊരു ലോ ക്രിയേറ്റ് ചെയ്ത് തിരിച്ചു കയറുന്നതാണ് മാർക്കറ്റിന് നല്ലത്. അപ്പം മെയിനായിട്ടുള്ള ലെവൽസ് ഇതാണ്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ലെവൽസ് 25,182 തൊട്ട് 25,353 വരയ്ക്കും. ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ താഴെ പോയാലും മാർക്കറ്റ് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. 24,600 താഴോട്ട് മാർക്കറ്റ് ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ മാത്രമേ പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ 24,600 വരയ്ക്കും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് മെയിൻ ലെവലിലോട്ട് പോവാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ് 25,790 താഴെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് 25,700 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുവരെ വന്നിട്ടില്ല. 75,020 വരയ്ക്കും വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി. മാർക്കറ്റ് അടുത്ത് മുകളിലോട്ടൊരു മാർക്കറ്റ് താഴോട്ടുള്ള ലെവൽസ് നോക്കാം. 25,730. ഒരു മിനിറ്റ്. മെനഞ്ഞാന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 25,740. ഓക്കെ, ഈ ഒരു ലെവല് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് 25, ചെറിയ ടാർഗറ്റാണ് 25. ഈ ഒരു ലോ ചെറിയ ടാർഗറ്റാണ് താഴോട്ട് വരുന്നത്. 25,740 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ ചെറിയൊരു ടാർഗറ്റ് 700 വരയ്ക്കും. പിന്നെ വരുന്നത് ഏകദേശം 600, 620 വരയ്ക്കും വലിയൊരു ടാർഗറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ഞാനിത് 15 മിനിറ്റിൽ ചാർട്ടിൽ പോകുമ്പോഴത്തേക്കും പറഞ്ഞുതരാം. നിലവിൽ ലോവർ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റിൻ്റെ ഇൻട്രാഡേ ഹയർ ടൈം ഫ്രെയിം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ചെറിയൊരു പോസിറ്റീവ് അവിടെ നിന്നൊരു റിവേഴ്സ് വെള്ളിയാഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിം നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണുള്ളത്. എങ്കിലും കൃത്യമായിട്ട് 5 മിനിറ്റിൻ്റെ ചാർട്ടിൽ ട്രെൻഡ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളെപ്പോഴും 1 മിനിറ്റിൽ ട്രെൻഡും 5 മിനിറ്റിൻ്റെ ട്രെൻഡും ഒക്കെ നമ്മൾ എപ്പോഴും വരച്ച് കാണിക്കുന്നുണ്ട്. പലരും ചോദിക്കുന്നുണ്ട്. ഇതൊരിക്കലും കോൾസിൻ്റെ പ്രൊമോഷനല്ല. ഞാൻ ഒരു വീഡിയോയിലും കോൾസിൻ്റെ പ്രൊമോഷനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ്. പഠിക്കണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് മീഡിയയുടെ ആപ്പുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷൻ കോൾസ് ഉണ്ട്. കാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻ മുതൽ ട്രെൻഡ്, നമുക്ക് റിസ്ക് റിവാർഡ് വെച്ച് എൻട്രി എടുക്കുന്ന എല്ലാം അഡ്വാൻസ് ലെവൽ വരയ്ക്കും ഏകദേശം 23 വീഡിയോസ് ഉണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അത് കാണുക. പെയ്ഡാണ്. ഇപ്പോൾ ഈ ഒരാഴ്ച 31-ാം തീയതി വരേക്കും നമ്മൾ ഓൾറെഡി അതിനകത്ത് ഫീസിന് ഓഫർ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ പഠിച്ചാൽ മതി. ഒരിക്കലും പ്രൊമോഷനല്ല. പലരും ചോദിക്കുന്നതാണ്. നമ്മളിപ്പം ഗ്രൂപ്പിൽ ലെവൽസ് അപ്ഡേറ്റ് ചെയ്യുമെങ്കിലും എപ്പോഴും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിലൊരു മെസ്സേജ് തന്നു. നിങ്ങൾ മെസ്സേജ് കണ്ട് നിങ്ങൾ എൻട്രി എക്സിറ്റ് എടുക്കുന്നതിന് മുന്നേ ചിലപ്പോൾ അവിടെ നിന്ന് ക്യാൻഡിൽ പോയിട്ടുണ്ടാകും. പക്ഷേ കൃത്യമായിട്ട് നമുക്ക് ട്രെൻഡ് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ്, നിങ്ങളിപ്പോൾ ഒരു എൻട്രി എടുത്തു, മാർക്കറ്റ് റിവേഴ്സ് വന്നു, നിങ്ങൾക്ക് ചെറിയ സ്റ്റോപ്പിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് തന്നെ പെട്ടെന്നും നഷ്ടത്തിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളൊരു ലോങ് പൊസിഷൻ എടുത്തിരിക്കുന്നു, മാർക്കറ്റ് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു, മാർക്കറ്റ് എപ്പോഴാണോ നമ്മുടെ ടാർഗറ്റ് എത്തുന്നതിന് മുന്നേ അവിടെ നിന്നൊരു റിവേഴ്സ് വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് ട്രെൻഡ് വെച്ചോ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടൊക്കെയോ മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്നും അവിടെ നിന്ന് ചെറിയ പ്രോഫിറ്റിലൊക്കെ എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ ട്രേഡിംഗ് മീഡിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കോൾസ് ഉണ്ട്. അപ്പോൾ മുകളിലോട്ടുള്ള ലെവൽസ് നോക്കാം. മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 730. 850 മുകളിൽ 850 മുകളിൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
920 ചെറിയ ടാർഗറ്റാണ്. 25,920. പിന്നെ വരുന്നത് 26,000. 25,998. 25 ചിലപ്പോൾ ഒരു 10 പോയിന്റ് താഴെയൊക്കെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഒരു 10 പോയിന്റ് താഴെയൊക്കെ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം മുകളിലോട്ട് എൻട്രി എടുക്കുന്ന ഒരു 26,000 എത്തുന്നവരെ കൃത്യമായിട്ട് കാത്തിരിക്കരുത്. ഒരു 10 പോയിന്റ് താഴെയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മുകളിലോട്ട് ഈ ഒരു 2 ലെവൽസേ ഉള്ളൂ. അപ്പം താഴോട്ട് ചെറിയൊരു ലെവലും പിന്നെ വരുന്നത് 25,620. മുകളിൽ 25,855 ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ 920. 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ 26,000 വരയ്ക്കും എൻട്രി എടുക്കാം. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ വെള്ളിയാഴ്ചത്തെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FASും DASും ബൈയിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും FAS സ്റ്റോക്കിൽ 622 കോടിക്കും അതുപോലെ തന്നെ DAS സ്റ്റോക്കിൽ 173 കോടിക്കും ബൈയിങ് ആയിരുന്നു. എന്നിട്ട് മാർക്കറ്റ് എന്തുകൊണ്ട് താഴോട്ട് വീണു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റോക്ക് മാത്രമാണ് നോക്കുന്നത്, ക്യാഷ് മാർക്കറ്റ് മാത്രമാണ് നോക്കുന്നത്. അതിനപ്പുറത്ത് മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് മാർക്കറ്റ് അന്ന് ഡൗൺ ആയിരിക്കുന്നത്. നമുക്ക് ചാർട്ടിലോട്ട് പോകാം, ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇതായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിന്നോ CPR നിന്നോ മാർക്കറ്റ് റിജക്ഷൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ മാർക്കറ്റ് CPR നിന്ന് താഴോട്ട് വന്നു. പിന്നെ നമ്മുടെ ലെവൽ ഫസ്റ്റ് റെസ്പെക്റ്റ് ചെയ്തു. പിന്നെ ബ്രേക്കൗട്ട് കിട്ടി. ഏറ്റവും താഴത്തെ ലെവൽസ് നിന്ന് മുകളിലോട്ട് കയറി. ഇത് 5 മിനിറ്റിൻ്റെ ചാർട്ടാണ്. 5 മിനിറ്റിൻ്റെ ചാർട്ടിൽ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ പോയ മാർക്കറ്റാണല്ലേ. ഇവിടെ നിന്ന് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരുന്നു. നല്ലൊരു അപ് ട്രെൻഡ് മാർക്കറ്റായിരുന്നു. മാർക്കറ്റ് അതിനുശേഷം എന്ത് ചെയ്തു? ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെയും കൺസോൾഡേറ്റ് ചെയ്തു. ദീപാവലിയുടെ അന്നും അതിൻ്റെ തലേന്നും പിന്നെ വ്യാഴാഴ്ചയൊക്കെ നമുക്ക് മാർക്കറ്റ് കൺസോൾഡേഷൻ തന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്നൊരു അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ഇവിടെ ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വരുന്നത്. ഇവിടെ ഈക്വൽ ഹൈ തന്നിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു. പിന്നെ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തു. ഇതിന് മുകളിൽ ഹൈ വന്നിട്ടില്ല. പിന്നെ താഴെ വന്നു. നമ്മൾ ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മുകളിലൊരു അടുത്തൊരു ലോ വന്നു ഇല്ലേ, അതായത് ഹയർ ലോ വന്നു. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഇതിൻ്റെ മുകളിലൊരു ലോ വന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് മാർക്കറ്റിൽ ഈ ഒരു ആരോ മാർക്കറ്റ് ഇട്ട് പറഞ്ഞതാണ്, ഹയർ ലോയാണ് വന്നിരിക്കുന്നത്, ഇതിന് മുകളിൽ ഹയർ ലോ വന്നിരിക്കുന്നു, ഇവിടെ നിന്നൊരു ഷോർട്ട് കവറിങ്ങിനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് ട്രെൻഡ് മാറി. അല്ലായിരുന്നുവെങ്കിൽ ഇത് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടി, താഴോട്ടൊരു ലോ വന്നിരുന്നെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള അപ് ട്രെൻഡിനുള്ള ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് 5 മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രെൻഡ് റിവേഴ്സലാണ്. പക്ഷേ ഇവിടെ പുതിയ ഹൈയും ക്രിയേറ്റ് ചെയ്തു, ഇതിന് മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിൽ ലോ ക്രിയേറ്റ് ചെയ്യണം. അതായത് 25,743 മുകളിൽ, അല്ലെങ്കിൽ ഇതിന് താഴോട്ട് മാർക്കറ്റ് വരാണ്ട് മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ലോവർ ലോ വരാണ്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിന് മുകളിൽ ഹയർ ഹൈ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ചാർട്ടിലോട്ട് പോവാം. ഓക്കെ, ഇന്ന് CPR വന്നിട്ട് നാരോ CPR ആണ് വരുന്നത്. 25,807 മുതൽ 25,831 വരെയൊക്കെയാണ് CPR വരുന്നത്. മാർക്കറ്റ് CPRന് മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടിയാൽ ഇവിടെ എവിടെയെങ്കിലും ഒരു
ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന 790-700 ലെവലിലാണ്. മാർക്കറ്റ് ഇതിന് മുകളിലോ ഈ ഒരു ഹൈക്ക് മുകളിലേക്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുക. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഈ ഒരു ലോയ്ക്ക് താഴോട്ട് ക്ലോസിങ് വരാൻ പാടില്ല. മാർക്കറ്റ് CPRൽ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറണം. ഒരു ഗ്യാപ്പ് അപ്പാണ് വരുന്നതെങ്കിൽ. ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരാനും പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. അല്ല മുകളിലോട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോകും. ഇനി ട്രെൻഡ് എപ്പോൾ വേണമെങ്കിലും മാറാം. അതിനാണ് ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കാൻ പറയുന്നത്. അപ്പോൾ ലെവൽസ് കൃത്യമായിട്ട് നോക്കുക. CPR വരുന്നത് 25.807, 25.831. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടി മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25.904, 25.924. ഇതാണ് മാക്സിമം ഞാൻ മുകളിലോട്ട് വരച്ചിരിക്കുന്ന ലെവൽ. അതായത് ഇതിന് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്താലും പിന്നെ തിരിച്ച് താഴോട്ട് വരാനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. താഴോട്ടുള്ള പ്രധാനപ്പെട്ട ലെവൽസ് 25.694, 25.670. ഏറ്റവും താഴത്തെ ലെവൽ 25.601, 25.682. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈവ് മാർക്കറ്റിലുണ്ടാവും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.